ഗുഡ് ഈവനിംഗ് ഡേസ്. ഞാൻ സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ടെൻഷന് ശേഷം ഇന്നാണ് മാർക്കറ്റ് ഒന്ന് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നത്. ഏകദേശം 150 പോയിന്റ് നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ 250 പോയിന്റ്, സെൻസെക്സ് 400 പോയിന്റിന്റെ ഒരു ഫോൾ രേഖപ്പെടുത്തി. ഇന്ത്യ വിക്സും ഇന്ന് 14% സ്പൈക്ക് രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചതിന് ശേഷം ഇന്ത്യ പറഞ്ഞിരുന്നത് ഇനി ഒരു ഫർദർ ആയിട്ടുള്ള അറ്റാക്ക് ഇല്ല. പാകിസ്ഥാനും പറഞ്ഞിരുന്നത് ഇനി ഫർദർ ആയിട്ടുള്ള ഒരു അറ്റാക്കിന് മുതിരില്ല എന്നുള്ളതാണ്. പക്ഷെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അവിടെ സൈന്യം രാഷ്ട്രത്തലവന്മാര് പറഞ്ഞാൽ അനുസരിക്കാത്തൊരു സൈന്യമാണ് അവിടെ ഉള്ളത്. പല സമയത്തും അവിടെ സൈനിക അട്ടിമറി വരെ ഉണ്ടാവാറുണ്ട്. മുഷറഫ് എല്ലാം തന്നെ ആ രീതിയിലാണ് അധികാരത്തിൽ എത്തിയതും പണ്ട്. അപ്പൊ അത്തരത്തില് ഈ സൈന്യം പിന്നീട് ആ ഒരു ഇന്റേണൽ പ്രഷർ കാരണം അവിടുത്തെ രാഷ്ട്രത്തലവന്മാര് അന്ന് സൈന്യം തീരുമാനിച്ചോളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ ഇന്നലെ പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യൻ ബോർഡർ അറ്റാക്ക് ചെയ്തു. ഒരു ആർമി ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 16 പേര് മരിച്ചിരുന്നു. അപ്പൊ അതിനുശേഷം അതായത് പാകിസ്ഥാൻ വീണ്ടും എസ്കലേഷൻ നടത്തുകയാണ്. അപ്പൊ ഇതൊരു വാർ, കണ്ടിന്യൂസ് വാർ എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്ന് മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തിയത്. ഇന്ന് പ്രധാനമായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയത് ശ്രീറാം ഫിനാൻസ് ആണ്. 3.27%, സൊമാറ്റോയും 3%, അദാനി എന്റർപ്രൈസസും 3%, M&M ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും ഇടിവ് രേഖപ്പെടുത്തി. ഇതിനിടയിൽ IT കമ്പനിയായിട്ടുള്ള HCL ടെക് ഏകദേശം ഒരു 1% റാലി രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഈ ചിപ്പ് നിർമ്മാണ കമ്പനീസിന് എക്സ്പോർട്ട് ബാരിയർ ഡൊണാൾഡ് ട്രംപ് അത് പാർഷ്യലി റിമൂവ് ചെയ്യുമെന്നുള്ള ഒരു വാർത്ത ഇന്നലെ ഉണ്ടായിരുന്നു. അത് കാരണം ഇന്നലെ US മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. കൂടാതെ ജെറോം പവല് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തില്ലെങ്കിൽ കൂടിയും എക്കണോമി സ്റ്റേബിൾ ആണെന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇപ്പോ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവാണ്. US ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്നലെ ഓൾറെഡി പോസിറ്റീവ് ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ആ ഒരു ബോർഡർ ടെൻഷൻ കാരണം ഇപ്പൊ നെഗറ്റീവിൽ ഇന്ന് ക്ലോസ് ചെയ്തു. കൂടാതെ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം ഒരു ഷാർപ്പ് ഫോൾ രേഖപ്പെടുത്തി 1.5%. ഈ 1.5% ഒരു സിംഗിൾ ഡേ ഫോൾ ആകുന്നത് ഏകദേശം ഒരു 1.5 വർഷത്തെ ഒരു സിംഗിൾ ഡേ ഫോൾ ആണ് ഇന്ത്യൻ റുപ്പീസ് രേഖപ്പെടുത്തിയത്. 85.71 ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് ഉള്ളത്. കൂടാതെ തന്നെ ഗോൾഡും 99,600 10 ഗ്രാമിന് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡും ശക്തമായിട്ട് മുന്നേറുകയാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ FTSE UK മാർക്കറ്റ് പോസിറ്റീവാണ്. CAC 40 ഫ്രാൻസ് പോസിറ്റീവാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് അതീവ ബുള്ളിഷാണ്. ഇന്ത്യ വിക്സ് കാണാം 15% സ്പൈക്ക് ചെയ്ത് 21 എത്തി നിൽക്കുകയാണ്. ഡോ ഫ്യൂച്ചർ കാണാം പോസിറ്റീവാണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 99,400 വീണ്ടും 1 ലക്ഷം വരികയാണ് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. സ്റ്റോക്കുകളുടെ ഒരുപാട് ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ദിവസമാണ് ഇന്നുണ്ടായിരുന്നത്. ഒരുപാട് കമ്പനീസിന്റെ റിസൾട്ട് ഇന്നുണ്ടായിരുന്നു. ചുരുക്കം കമ്പനീസിന്റെ മാത്രമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നാളെ രാവിലെ ഒരുപാട് കമ്പനീസിന്റെ റിസൾട്ട് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. നാളെ നമ്മൾ കൊച്ചി ഓഫീസിൽ ബേസിക്കിന്റെ കോഴ്സ് ഉണ്ട്. ബേസിക് സ്വിംഗ് കോഴ്സ്, സ്വിംഗ് ട്രേഡിന്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമന്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വിളിക്കാം, കോൾ ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് കമന്റിൽ കോൾ ചെയ്യുന്ന നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി ബ്രിഗേഡ് കമ്പനിയുടെ ആയിട്ടെപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്. ബ്രിഗേഡ് കമ്പനി 2,000 കോടി രൂപയുടെ 11 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. REC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 38% ഉയർന്നു. കമ്പനി ₹2.60 ഡിവിഡന്റ് പ്രഖ്യാപിച്ചു. കല്യാൺ ജ്വല്ലേഴ്സും നെറ്റ് പ്രോഫിറ്റും ഉയർന്നു. 36% ആണ് റവന്യൂ ഉയർന്നിട്ടുള്ളത്. ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വണ്ടർല ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10% ഒരു ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്. എസ്കോട്ട് കുബൂത്ത കമ്പനി അവർ സ്ട്രീറ്റ് എസ്റ്റിമേഷൻ മുകളിൽ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി 18 രൂപ ഡിവിഡന്റ് പ്രഖ്യാപിച്ചു. കാനറ ബാങ്കും നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്ന് 5,000 കോടി രൂപ കരസ്ഥമാക്കി. L&T നെറ്റ് പ്രോഫിറ്റ് 25% ഉയർന്ന് 5,497 കോടി രൂപ കരസ്ഥമാക്കി. REC നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്ന് 4,300 കോടി രൂപ കരസ്ഥമാക്കി. ഏഷ്യൻ പെയിന്റ് നെറ്റ് പ്രോഫിറ്റ് 45% ഇടിഞ്ഞ് 692 കോടി രൂപയാണ് പ്രോഫിറ്റിൽ ഇടിവ് സംഭവിച്ചത്. 20 രൂപ ഡിവിഡന്റ് പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് ന്യൂസ്. കുറച്ച് അധികം സ്റ്റോക്കുകളുടെ വാർത്തകളായിട്ട് നാളെ രാവിലെ എത്താം. കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ബോർഡർ ടെൻഷനൊക്കെ നമുക്ക് നാളെ രാവിലെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.